മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. 7000 കണ്ടിയെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെ കുറിച്ച് അറിയുന്നത്. 149 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊട്ടി, സിലോൺ, ഡാർജിലിംഗ് ഒക്കെ ഈ ചായത്തോട്ടങ്ങളായി മാറിക്കൊണ്ടിരുന്ന കാലത്താണ് പരുന്തുമുടി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ബ്രിട്ടീഷ് കമ്പനിയായ ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ശ്രദ്ധിച്ചത്. നിങ്ങൾ വരുന്ന വഴി അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കണ്ടു കാണും അല്ലേ? മാഞ്ചസ്റ്റർ. അത് തന്നെ. അന്ന് 76 രൂപയ്ക്കായിരുന്നു ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ഈ വനത്തിൻ്റെ അധികാരിയായിരുന്ന കോഴിപ്പാറ മനയിലെ ദത്തൻ നമ്പൂതിരിയുമായി 150 വർഷത്തെ ലീസ് വെച്ചത്. ലീസ് പ്രകാരം 150 വർഷത്തിനുള്ളിൽ പരുന്തുമുടി ഒരു ടീ പ്ലാന്റേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രിയോ ആക്കി മാറ്റിയാൽ അത് ലോർഡ് ലിവിങ്സ്റ്റണ് സ്വന്തമാകും. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ എഗ്രിമെൻ്റ് തീരാൻ. സോ മുടിഞ്ഞ എന്നാവും? കാർഡ് തിരിച്ച് ഭാരത് സർക്കാരിന് കൊടുക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കമ്പനിയുടെ ആൾക്കാർ ഇവിടെ വന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കാർഡ് പലതരം റെയർ മിനറൽസ് നടന്നതാണെന്ന് അറിഞ്ഞു. അമറൻറ്റൈൻ, ബോക്സൈറ്റ്, ടൈറ്റേനിയം, ക്രോമിയം, അങ്ങനെ ഒരുപാട് റെയർ മിനറൽസും മറ്റ് ജെംസ്റ്റോൺ മിനറൽസും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് മുതൽ ഇവിടെ മൈനിങ്ങും മരം വെട്ടും തുടങ്ങി. മരം വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 5 ഹെക്ടറോളം വനം അവർ വെട്ടി നീക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞാൻ സുപ്രീം കോർട്ടിലെ എൻവയൺമെൻറ്റ് ഇഷ്യൂസ് ലോയർ വേണുഗോപാലിനെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ലീസ് എഗ്രിമെൻറ്റിൻ്റെ ചില ഹിഡൻ ക്ലോസസിനെ കുറിച്ച് അറിയുന്നത്. 150 കൊല്ലങ്ങൾ കൊണ്ട് പരുന്തുമുടി ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയാൽ ഒരു 350 കൊല്ലം കൊണ്ട് ലീസ് നീട്ടി കിട്ടും. ഓ, അത് ശരി. അതിനുള്ള ഓട്ടപ്പാച്ചില്ല ഈ കോൺട്രാക്ടേഴ്സ്. ഓ, അതാ நான் வரும்போது பார்த்தேன், லாரியில் மரத்தை வெட்டி எடுத்துகிட்டு போனது. பட் why are we here, man? 7000 കണ്ടിക്ക് വേണ്ടി. വരുന്ന വഴിക്ക് വേടം പറഞ്ഞിരുന്നു, ഈ 7000 കണ്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമമല്ലേ? ഓക്കെ, 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ 18 വർഷത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഇവിടെയാണ് നിങ്ങൾ കണ്ട ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന ബാനർ. അന്നത്തെ അടുത്തടുത്ത 2 നാട്ടുരാജ്യങ്ങളായിരുന്നു സിംഗാന ഗൗളയും കോണച്ചേരി നാടും. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കുറേ കാലം നീണ്ടു നിന്ന യുദ്ധത്തിലായിരുന്നു. എല്ലാ തരത്തിലും നാശം മാത്രം ഉണ്ടാക്കിയ ഒരു യുദ്ധം. നാട്ടുരാജാക്കന്മാരായ തിമ്മസാര അധിപനും വീരരായ ഉദയനും മണ്ണിനും ഭൂമിക്കും അരുവിക്കും വേണ്ടി പോരാടി. 18 വർഷത്തെ യുദ്ധത്തിന് ശേഷമാണ് സിംഗാന ഗൗള കീഴടക്കാൻ തിമ്മസാരയ്ക്കാവില്ലെന്ന് അവിടുത്തെ ചെറിയ കാരണവരായിരുന്ന കോച്ചിരങ്കണ്ടോത്ത് പറങ്ങോടന് തോന്നി തുടങ്ങിയത്. പറങ്ങോടൻ്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. സിംഗാന ഗൗള യുദ്ധത്തിൽ മുന്നേറി. കോണച്ചേരിയിലെ ജനങ്ങൾ പതുക്കെ അവരുടെ അടിമകളാകാനും തുടങ്ങി. അടിമത്തത്തിൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ മരണം സ്വീകരിക്കാനാണ് പറങ്ങോടൻ തീരുമാനിച്ചത്. ഭൂതപ്രേത പിശാചുക്കളാലും ദുർമന്ത്രവാദത്താലും അറിയപ്പെട്ടിരുന്ന ഘോരവനമായിരുന്നു പരുന്തുമുടി. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരിടം. പരുന്തുമുടിയിലേക്ക് പോകുന്നത് മരണതുല്യമായാണ് എല്ലാവരും കണ്ടിരുന്നത്. അടിമത്വത്തിനേക്കാൾ ഭേദം മരണം തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്ന പറങ്ങോടൻ തൻ്റെ കുടുംബത്തെയും കോണച്ചേരിയിലെ മറ്റ് ആശ്രിതരെയും കൂടെ കൂട്ടി ആ കാട് കയറി. അവരുടെ പിറകെ ഒരു സംഘം നെയ്ത്തുകാരും ഇടയന്മാരും മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും അങ്ങനെ പല തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പരുന്തുമുടിയിലേക്ക് ഓടി. എന്നാൽ മരണത്തിന് പകരം പരുന്തുമുടിയിൽ അവർക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതമായിരുന്നു. കാട് മനുഷ്യന് തണലും രക്ഷയും നൽകുമെന്ന് അവർ മനസ്സിലാക്കി. കാടിനുള്ളിൽ ഒരു ഗ്രാമം ഉണ്ടാക്കി. ആ ഗ്രാമമാണ് 7000 കണ്ടി. സിംഗാന ഗൗളയും കോണച്ചേരി നാടും തമ്മിലുള്ള യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. ബട്ട് വേർ ഈസ് ഇറ്റ്? ഈ ഗ്രാമം എവിടെയാണ്? അതെ, ടേക്ക് എ പീക്ക്. അതെന്താ? ഓ, പെരിസ്കോപ്പ്. ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇത് അല്ലെങ്കിലൊരു സബ്മറൈൻ പൊളിച്ചപ്പോൾ കിട്ടിയത്. ഓ, എന്താ അത്?
യാ കം ഓൺ. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരെ പുറം ലോകം വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരതൊന്നുമല്ല. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറേ പേർ. പക്ഷേ നമ്മുടെ ഇടയിൽ കാണുന്ന പല നെഗറ്റീവ്സും ഇവരുടെ ഇടയിലും ഉണ്ട്. ആയുധു, ഭേട്ട, തർലേർ, ഇവരെയാണ് ഇവിടെ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കുന്നത്. അവരാണ് പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ ഷിയർ എക്സിസ്റ്റൻസ്, ഈ ഗ്രാമത്തിൻ്റെ വിശപ്പകറ്റുന്നവർ. അതാ മീൻ പിടിക്കുന്ന കണ്ടോ, അവരാണ് തർലേർ. നായാട്ട് നടത്തുന്ന ഒരു ഭേട്ട. ഗ്രാമം സംരക്ഷിക്കുന്നതും ഈ ജാതിപ്പെട്ടവരാണ്. ഈ സ്പീക്കേഴ്സിൽ അവരുടെ ശബ്ദം കേൾക്കാം അല്ലേ? അതല്ല ടെക്നോളജി. അവരെ അറിയാതെ ഞാൻ പല സ്ഥലങ്ങളിലും മൈക്രോഫോൺസ് വെച്ചിട്ടുണ്ട്. அவங்க வெப்பன்ஸ்லாம் பார்த்தா ரொம்ப ஆதி காலத்து ஆயுதம் மாதிரி இருக்கு. സാം, അതിന് വെപ്പൺസ് ഇവരിപ്പോഴും ഹണ്ടിങ്ങിന് മാത്രമേ ഉപയോഗിക്കൂ. ഒരു ശത്രു രാജ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ വെപ്പൺസിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. இதை பார்த்தா டார்சன் காமிக் படிக்கிற மாதிரி இருக்கு. ஸோ ஃப்ளெக்சிபிள். ഇന്ന് വരെ ഇവരാരും മരത്തിൽ നിന്ന് വീണതായിട്ടും പരിക്ക് പറ്റിയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരങ്ങൾ. എന്തിനാ അവരതൊക്കെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് വെക്കണത്? മധു, അതാണ് അതിൻ്റെ ഒരു തമാശ. കെലമതിയിൽ നിന്ന് മധ്യമതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. ഇവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത, ജാതി വ്യത്യാസം. ഈ ഗ്രാമം കണ്ടില്ലേ, 3 ഡിഫറെൻറ്റ് ലെവലുകളായിട്ടാണ്. കെലമതി, മധ്യമതി, മുഖ്യമതി. ഇതുവരെ എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ ഞാൻ നോക്കട്ടെ. കുഞ്ഞാത്തനും കരിയാത്തനും, ദ ഐസ് ഓഫ് 7000 കണ്ടി. ഞാനിവിടെ വന്ന കാലം തൊട്ട് അവരെന്നെ ഇതേമാതിരി നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും.